സ്വാഭിമാനത്തിൻ്റെ കാര്യത്തിൽ മറ്റാർക്കും മുന്നിൽ കീഴടങ്ങാൻ താല്പര്യമില്ലാത്ത ഒരു ജനതയാണ് നമ്മുടേത്. നൂറ്റാണ്ടുകൾ നീണ്ട വൈദേശിക അടിമത്തത്തിൽ നിന്ന് രാജ്യം പഠിച്ച ഏറ്റവും വലിയ പാഠം ഇനി ആർക്കു വേണ്ടിയും ഒന്നിനു വേണ്ടിയും രാജ്യ താല്പര്യങ്ങൾ ബലി കഴിക്കരുത് എന്നുള്ളതായിരുന്നു. 1991 സോവിയറ്റ് യൂണിയൻ തകർന്നതോടെ അമേരിക്ക ലോകത്തിൻ്റെ കിരീടം വയ്ക്കാത്ത സാമ്രാട്ടായി സ്വയം ഉയർന്നു. ലോകഗതികൾ മാറിയതോടെ മുൻകാലങ്ങളിൽ സ്വീകരിച്ചിരുന്ന സോവിയറ്റ് ചായ്വ് ഇന്ത്യ പതിയെ മാറ്റി തുടങ്ങിയിരുന്നു. എന്നിരുന്നാലും സോവിയറ്റ് യൂണിയന്റെ അനന്തരാവകാശിയായ റഷ്യയുമായി ദൃഢമായ ബന്ധം ഇന്ത്യ വെച്ചു പുലർത്തി. ഏഷ്യയിലെ വളർന്നുവരുന്ന സാമ്പത്തിക ശക്തിയായിരുന്ന ഇന്ത്യക്ക് സ്വയം ശക്തി തെളിയിക്കേണ്ട സമയങ്ങളായിരുന്നു പിന്നീടുണ്ടായിരുന്നത്. അങ്ങനെ ആണവ പരീക്ഷണമെന്ന സാഹസത്തിന് വീണ്ടും രാജ്യം ഒരുങ്ങി. നിരവധി രാഷ്ട്രീയ ചുഴലികൾ സംഭവിച്ചിരുന്നിട്ടും ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ പരീക്ഷണമാണ് ലോകത്തിനു മുന്നിൽ വീണ്ടും ഈ രാജ്യത്തെ ശ്രദ്ധാകേന്ദ്രമാക്കിയത്. ആണവ പദ്ധതികൾ മുന്നോട്ട് പോകുന്നതിനിടെ അടിയന്തരാവസ്ഥയുൾപ്പെടെ നിരവധി രാഷ്ട്രീയ വെല്ലുവിളികൾ ഇന്ത്യൻ ജനാധിപത്യത്തിന് നേരിടേണ്ടി വന്നു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധി അധികാരത്തിൽ നിന്ന് പുറത്തു പോവുകയും ജനതാ സർക്കാർ അധികാരത്തിലെത്തുകയും ചെയ്തു. ആണവ പദ്ധതികൾക്ക് ഈ സമയത്ത് ഒരു തുടർച്ച നഷ്ടപ്പെട്ടു. എന്നാൽ ഈ സാഹചര്യം അധികകാലം നീണ്ടുനിന്നില്ല. ജനതാ സർക്കാർ അധികാരത്തിൽ നിന്ന് പുറത്തു പോവുകയും 1980 ഇന്ദിരാഗാന്ധി അധികാരത്തിൽ തിരിച്ചെത്തുകയും ചെയ്തു. ഇതോടെ ആണവ പദ്ധതികൾക്ക് വീണ്ടും ചൂടുപിടിച്ചു. 1982 ഇതിനായി പൊഖ്രാനിൽ പരീക്ഷണങ്ങൾക്കുള്ള സംവിധാനങ്ങൾ സജ്ജമാക്കുകയും ചെയ്തു. എന്നാൽ ഇന്ത്യയുടെ ആണവ പദ്ധതികൾ സസൂക്ഷ്മം നിരീക്ഷിച്ചിരുന്ന അമേരിക്ക ഇത് കണ്ടുപിടിക്കുകയും കടുത്ത ഉപരോധ ഭീഷണി ഉയർത്തി സമ്മർദ്ദം തുടർന്നതോടെ അത് മാറ്റിവെക്കാൻ ഇന്ദിരാഗാന്ധി നിർബന്ധിതയായി. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വെല്ലുവിളി നേരിടുന്ന സമയം കൂടിയായിരുന്നു അത്. ഈ സമയത്ത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളായിക്കൊണ്ടിരിക്കുകയുമായിരുന്നു. എങ്കിലും അതീവ രഹസ്യമായി ഇന്ത്യ ആണവായുധ വികസന പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോയി. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നത് രാജാ രാമണ്ണയായിരുന്നു. ആണവായുധ വികസനത്തിന് അത്യാവശ്യം വേണ്ട ഖനജലം അമേരിക്കൻ ഉപരോധത്തെ തുടർന്ന് ഇന്ത്യക്ക് പരസ്യമായി വാങ്ങാൻ സാധിക്കുമായിരുന്നില്ല. തുടർന്ന് സോവിയറ്റ് യൂണിയൻ, നോർവേ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഇടനിലക്കാർ വഴി ഇന്ത്യ അത് സ്വന്തമാക്കി. 1984 ഇന്ദിരാഗാന്ധി അംഗരക്ഷകരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടതോടെ രാജ്യം വീണ്ടും പ്രതിസന്ധികളിലേക്ക് വീണു. പിന്നീട് രാജീവ് ഗാന്ധി അധികാരത്തിൽ വന്നപ്പോഴും ഇന്ദിരാഗാന്ധി തുടങ്ങിവെച്ച പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോയി. 1985 കൂടിയ അളവിൽ ആണവായുധ വികസനത്തിന് ആവശ്യമായ സമ്പുഷ്ടീകരിച്ച പ്ലൂട്ടോണിയം ഉണ്ടാക്കാൻ ധ്രുവ എന്ന റിയാക്ടർ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തു. ഇന്ത്യൻ ആണവായുധ പദ്ധതികൾക്ക് ഗതിവേഗം കൂട്ടി ഇത്. ഇന്ത്യൻ മിസൈൽ പദ്ധതികൾ APJ അബ്ദുൽ കലാം എന്ന പിന്നീട് ഇന്ത്യയുടെ രാഷ്ട്രപതിയായി മാറിയ പ്രതിഭാധനനായ ശാസ്ത്രജ്ഞന്റെ നേതൃത്വത്തിൽ അതിവേഗം മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയമായിരുന്നു ഇത്. മിസൈലുകളിൽ സ്ഥാപിക്കാനുള്ള ആണവ പോർമുനകൾ നിർമ്മിക്കാൻ തുടങ്ങിയ ഇന്ത്യ പരമാവധി 100 ആണവ പോർമുനകൾ നിർമ്മിക്കാനാണ് പദ്ധതിയിട്ടത്. ഈ സമയത്ത് തന്നെ ഒരു ഫ്യൂഷൻ ബോംബ് വികസിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് വേഗം വർദ്ധിക്കുകയും ചെയ്തു. എന്നിരുന്നാലും ഒരു രാജ്യത്തിനെതിരെയും ആദ്യം ആണവായുധം ഉപയോഗിക്കില്ല എന്ന നയമായിരുന്നു ഇന്ത്യ സ്വീകരിച്ചിരുന്നത്. രാജീവ് ഗാന്ധിക്ക് ശേഷം 1989 അധികാരത്തിൽ വന്ന VP സിംഗ് സർക്കാർ മുതൽ ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ വീണ്ടും നാടകങ്ങൾ പോലെ ആവർത്തിച്ചു തുടങ്ങി. ഈ സമയത്ത് സർക്കാർ ആഭ്യന്തര പ്രശ്നങ്ങളെ തുടർന്ന് താഴെ വീണു. ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം വീണ്ടും മോശമായി. കശ്മീരിൽ ഭീകരവാദം അതിൻ്റെ മൂർധന്യത്തിലെത്തി. ആഭ്യന്തരവും അന്തർദേശീയവുമായ പ്രശ്നങ്ങളെ തുടർന്ന് ആണവ പദ്ധതികൾക്ക് ഇന്ത്യ ഒരു മൊറട്ടോറിയം കൊണ്ടുവന്നു. ഇതോടെ പരീക്ഷണങ്ങളും വികസന പദ്ധതികളുമൊക്കെ നിർത്തിവെച്ചു. ഇന്ത്യയെ കൊണ്ട് ആണവ നിരായുധീകരണ കരാറിൽ ഒപ്പുവെപ്പിക്കാൻ ആഗോള ശക്തികൾ കൊണ്ടുപിടിച്ച ശ്രമങ്ങളാണ് ഇക്കാലത്ത് നടത്തിയത്. എന്നാൽ നരസിംഹറാവു സർക്കാർ അധികാരത്തിലെത്തുകയും 1995 ആണവായുധ പദ്ധതികൾ വീണ്ടും തുടങ്ങാൻ ഉത്തരവിടുകയും ചെയ്തു. ഇതനുസരിച്ച് പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിലും അമേരിക്കൻ ചാര ഉപഗ്രഹങ്ങൾ ഇന്ത്യയുടെ പദ്ധതികൾ കണ്ടെത്തി. തുടർന്ന് അമേരിക്കൻ സമ്മർദ്ദത്തെ തുടർന്ന് ഇന്ത്യക്ക് വീണ്ടും പദ്ധതി നിർത്തിവെക്കേണ്ടി വന്നു. രാമജന്മഭൂമി പ്രക്ഷോഭത്തിലൂടെ രാജ്യത്ത് രാഷ്ട്രീയ വേരുകൾ ആഴത്തിൽ പടർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് BJPക്ക് രാഷ്ട്രീയ വളർച്ച ഉണ്ടായെങ്കിലും 1996 മുതൽ 98 വരെ 2 വർഷത്തോളം സ്ഥിരതയില്ലാത്ത സർക്കാരുകളുടെ കാലമായിരുന്നു. രാമജന്മഭൂമി പ്രക്ഷോഭം ഏറ്റെടുത്തതോടെ 1994 ഡിസംബറിൽ നടന്ന കർണാടക തെരഞ്ഞെടുപ്പിൽ നല്ല പ്രകടനം കാഴ്ചവെക്കുകയും 95 മാർച്ചിൽ ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം കൈവരിക്കുകയും ചെയ്തു. ഇതോടെ BJPയുടെ രാഷ്ട്രീയ പ്രസക്തി കുതിച്ചുയർന്നു. ഒരു കക്ഷിക്കും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാതിരുന്നതിനാൽ 1996 98 ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ നടന്നു. 96 തെരഞ്ഞെടുപ്പിന് ശേഷം 161 സീറ്റുകൾ നേടിയ BJP സഖ്യത്തിലൂടെ 13 ദിവസം പ്രധാനമന്ത്രി പദത്തിലെത്തിയ AB വാജ്പേയി ഭൂരിപക്ഷം തെളിയിക്കാനാവാതെ രാജിവെച്ചൊഴിഞ്ഞു. രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥ കാരണം 1998 നടന്ന തെരഞ്ഞെടുപ്പിൽ BJP സഖ്യം 182 സീറ്റുകൾ നേടുകയും പ്രധാനമന്ത്രി പദത്തിൽ AB വാജ്പേയി അധികാരത്തിൽ തിരിച്ചെത്തുകയും ചെയ്തു. ഈ സഖ്യത്തിന്റെയും ഭാവി തുലാസിലായിരുന്നെങ്കിലും
98-ലെ തെരഞ്ഞെടുപ്പിൽ BJP മുന്നോട്ട് വെച്ച പ്രകടന പത്രികയിൽ ആണവ പദ്ധതികളുടെ കാര്യം ഉൾപ്പെടുത്തിയിരുന്നു. അധികാരത്തിലെത്തി ഒട്ടും താമസിയാതെ തന്നെ ആണവായുധ പരീക്ഷണങ്ങളടക്കം ദേശീയ സുരക്ഷ ശക്തമാക്കുന്നതിൽ ഈ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധരാണെന്ന് പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി പ്രഖ്യാപിച്ചു. അങ്ങനെ ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ പരീക്ഷണമായ ഓപ്പറേഷൻ ശക്തിയുടെ കഥ അവിടെ തുടങ്ങുന്നു. ആണവ പരീക്ഷണം നടത്തുമെന്ന് മുൻകൂട്ടി പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു സർക്കാർ അധികാരത്തിൽ വന്നതു മുതൽ തന്നെ ഇന്ത്യയുടെ കാര്യത്തിൽ അമേരിക്ക ജാഗ്രത പുലർത്തിയിരുന്നു. 1998 മാർച്ച് 28-ന് ആണവായുധ പരീക്ഷണങ്ങളുമായി മുന്നോട്ടു പോകാൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി അനുമതി നൽകി. അബ്ദുൽ കലാമിനും ആണവോർജ്ജ കമ്മീഷൻ ചെയർമാൻ R ചിദംബരത്തിനുമായിരുന്നു ഇതിനുള്ള ചുമതല നൽകിയിരുന്നത്. അമേരിക്കൻ ചാരന്മാരെ കരുതിയിരിക്കണമെന്ന് മുൻകാല അനുഭവങ്ങളിൽ നിന്ന് തിരിച്ചറിഞ്ഞിരുന്ന ഇന്ത്യ പൊഖ്രാനിലെ രണ്ടാമത്തെ ആണവ പരീക്ഷണത്തിന് പുതിയൊരു പദ്ധതി തയ്യാറാക്കി. കരസേനയുടെ 58-ാം എഞ്ചിനീയർ റെജിമെന്റിനാണ് രഹസ്യമായ പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല ഏൽപ്പിച്ചത്. അമേരിക്കൻ ചാര ഉപഗ്രഹങ്ങളുടെ കണ്ണുകൾ വെട്ടിക്കാൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ രാത്രിയിൽ നടത്തും. നേരം പുലരുമ്പോൾ അവിടെ അങ്ങനെയൊരു നിർമ്മാണം നടന്നുവെന്ന് പുറമേക്ക് തോന്നിക്കാത്ത തരത്തിൽ മണൽ കൊണ്ട് മറയ്ക്കുകയും ചെയ്യും. മാത്രമല്ല, ഉപകരണങ്ങളും വാഹനങ്ങളും ഒക്കെ എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തന്നെ തിരികെ പോവുകയും ചെയ്യും. ഒരു മാറ്റവും ശ്രദ്ധയിൽ വരാതിരിക്കാനാണ് ഈ രീതി അവലംബിച്ചത്. ഇങ്ങനെ മാസങ്ങൾ സമയമെടുത്താണ് അവർ പ്രവൃത്തികൾ മുന്നോട്ട് കൊണ്ടുപോയത്. കൃത്രിമമായി നിർമ്മിച്ച മണൽക്കൂനയ്ക്കുള്ളിലാണ് ബോംബ് സ്ഥാപിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയത്. ഇതിലേക്കുള്ള കേബിളുകളും മറ്റും മണൽ കൊണ്ട് മറയ്ക്കുകയും ചെയ്തു. പരീക്ഷണം നടത്താനുള്ള പദ്ധതിയിൽ പങ്കെടുത്തവർക്ക് എല്ലാവർക്കും സൈനിക യൂണിഫോം നൽകി അവർക്കെല്ലാം വ്യാജ പേരുകളും നൽകി. അതൊക്കെ റെക്കോർഡിൽ ചേർക്കുകയും ചെയ്തു. ഈ സ്ഥലത്ത് കരസേനയുടെ ഒരു സൈനികാഭ്യാസം നടക്കുന്നു എന്ന പ്രതീതിയാണ് പുറമേക്കുണ്ടാക്കിയത്. ഏതെങ്കിലും തരത്തിൽ ശാസ്ത്രജ്ഞർ ഈ സംഘത്തിലുണ്ട് എന്ന് മറ്റൊരാൾക്കും അറിവുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ മുൻകരുതലെടുത്തത്. മാത്രമല്ല, പരീക്ഷണം നടത്തുന്ന സ്ഥലത്തേക്ക് ചെറു സംഘങ്ങളായാണ് പോക്കും വരവും എല്ലാം നിശ്ചയിച്ചത്. 1998 മെയ് 1-ന് പുലർച്ചെ 3 മണിക്ക് ഭാഭ അറ്റോമിക് റിസർച്ച് സെന്ററിൽ നിന്ന് പരീക്ഷണത്തിനുള്ള 5 ആണവ ബോംബുകൾ മുംബൈ വിമാനത്താവളത്തിലെത്തിച്ചു. ഇവ വ്യോമസേനയുടെ AN-32 എന്ന ചരക്ക് വിമാനത്തിൽ രാജസ്ഥാനിലെ ജയ്സാൽമീർ വിമാനത്താവളത്തിലെത്തിച്ചു. തുടർന്ന് കരസേനയുടെ 4 ട്രക്കുകളിലായി ഇവയെ പരീക്ഷണം നടത്താനായി സജ്ജമാക്കിയ സ്ഥലത്തേക്ക് എത്തിച്ചു. ഓപ്പറേഷൻ ശക്തിയിൽ 2 സംഘങ്ങളായാണ് ആളുകളെ തിരിച്ചത്. ആദ്യത്തെ സംഘത്തിന് ശക്തി 1, ശക്തി 2, ശക്തി 3 എന്നിങ്ങനെ പേരിട്ടിരുന്ന ബോംബുകളും രണ്ടാമത്തെ സംഘത്തിന് 4, 5 എന്നീ ബോംബുകളുമാണ് പരീക്ഷിക്കേണ്ടിയിരുന്നത്. ഇതിൽ ശക്തി 1 തെർമോ ന്യൂക്ലിയർ ബോംബായിരുന്നു. രണ്ടാമത്തേത് സ്മൈൽ ബുദ്ധയിൽ ഉപയോഗിച്ചതിനേക്കാൾ ശക്തിയേറിയ പ്ലൂട്ടോണിയം ബോംബും. 12 കിലോ ടൺ പ്രഹരശേഷിയുള്ള ബോംബായിരുന്നു അത്. മിസൈലുകളിലും വിമാനങ്ങളിൽ നിന്ന് പ്രയോഗിക്കാവുന്ന ബോംബുകളിലും ഉപയോഗിക്കുന്ന തരത്തിൽ രൂപകൽപ്പന ചെയ്തതായിരുന്നു ഇത്. മറ്റൊന്ന് ആണവ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഗ്രേഡ് കുറഞ്ഞ പ്ലൂട്ടോണിയം ഉപയോഗിച്ചുള്ള ബോംബായിരുന്നു മൂന്നാമത്തേത്. നാലാമത്തേത് ശേഷി കുറഞ്ഞ ഗവേഷണാവശ്യത്തിന് വേണ്ടിയുള്ള വിവരങ്ങൾ ശേഖരിക്കാനുള്ള പ്ലൂട്ടോണിയം ബോംബായിരുന്നെങ്കിൽ ഇന്ത്യയിൽ ധാരാളം കാണപ്പെടുന്ന തോറിയത്തിൽ നിന്ന് വേർതിരിച്ചെടുത്ത യുറേനിയം ഉപയോഗിച്ച് നിർമ്മിച്ചിരുന്ന ബോംബായിരുന്നു. ആറാമതൊരു ബോംബ് കൂടി നിർമ്മിച്ചിരുന്നെങ്കിലും അത് പരീക്ഷിച്ചു നോക്കിയില്ല. 1998 മെയ് 11-നായിരുന്നു ആദ്യത്തെ സ്ഫോടനത്തിന് പദ്ധതിയിട്ടത്. ഇത് പ്രകാരം ശക്തി 1 എന്ന് പേരിട്ട തെർമോ ന്യൂക്ലിയർ ബോംബ് പരീക്ഷണം നടത്താനുള്ള സ്ഥലത്ത് സ്ഥാപിച്ചു. 750 അടി ആഴത്തിലാണ് ഈ ബോംബ് സ്ഥാപിക്കാനുള്ള ഷാഫ്റ്റ് ഉണ്ടാക്കിയത്. വൈരുദ്ധ്യം എന്തെന്നാൽ ഒന്നാമത്തെ ഈ ബോംബ് സ്ഥാപിച്ച ഈ ഷാഫ്റ്റിന് നൽകിയിരുന്ന കോഡ് നാമം വൈറ്റ് ഹൗസ് എന്നായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയുമായുള്ള ആ സാമ്യം തീർച്ചയായും അവരെ ചൊടിപ്പിക്കുക തന്നെ ചെയ്തു. താജ്മഹൽ എന്നായിരുന്നു രണ്ടാമത്തെ ബോംബ് സ്ഥാപിച്ച സ്ഥലത്തിന് നൽകിയിരുന്ന പേര്. 490 അടി ആഴത്തിലാണ് ഈ ബോംബ് സ്ഥാപിച്ചത്. മൂന്നാമത്തെ ബോംബ് സ്ഥാപിച്ചത് കുംഭകരൻ അഥവാ കുംഭകർണൻ എന്ന് പേരിട്ടിരുന്ന ഷാഫ്റ്റിലായിരുന്നു. മെയ് 10-ന് ഈ 3 ബോംബുകളും അതാത് സ്ഥലത്ത് തന്നെ സ്ഥാപിച്ചു. തുടർന്ന് മെയ് 11-ന് രാവിലെ 3:45-ന് 3 ബോംബുകളും ഒരുമിച്ച് ഡിറ്റണേറ്റ് ചെയ്തു. മെയ് 13-ന് മറ്റ് 2 ബോംബുകളും ഡിറ്റണേറ്റ് ചെയ്തു. ശക്തി കുറഞ്ഞ ബോംബുകളായിരുന്നതിനാൽ ഇവയുടെ സ്ഫോടനം ഒരു ഭൂകമ്പ മാപിനിയിലും രേഖപ്പെടുത്തിയില്ല. എന്നാൽ ഒന്നാമത്തെ ബോംബിന്റെ സ്ഫോടനം വളരെ വലുതായിരുന്നു എന്നതിനാൽ അതിന്റെ പ്രകമ്പനം ഭൂകമ്പ മാപിനികളിൽ രേഖപ്പെടുത്തപ്പെട്ടു. തുടർന്ന് 1998 മെയ് 13-ന് അടൽ ബിഹാരി വാജ്പേയി പത്രസമ്മേളനം വിളിച്ച് തങ്ങൾ ആണവ പരീക്ഷണം നടത്തിയതായി ലോകത്തോട് വിളിച്ചു പറഞ്ഞു. കടുത്ത ഉപരോധം നിലനിൽക്കുമ്പോഴും ഇന്ത്യ അതിനെ വെല്ലുവിളിച്ച് ആണവ പരീക്ഷണം നടത്തിയത് രാജ്യവ്യാപകമായി സ്വീകരിക്കപ്പെട്ടു. ആ സമയത്ത് ഇന്ത്യക്ക് ലോകബാങ്കിലും അന്താരാഷ്ട്ര നാണ്യനിധിയിലുമായി $44 ബില്യൺ കടമുണ്ടായിരുന്നുവെന്ന് ഓർക്കണം. ഇന്നത്തെ കണക്കിൽ അത് 3 ലക്ഷം കോടിയോളം വരും. മാത്രമല്ല, ഇന്ത്യൻ കമ്പനികൾ അന്താരാഷ്ട്ര ഉപരോധങ്ങളൊക്കെ കാരണം തപ്പിത്തടയുന്ന സമയവും. എന്നാൽ എന്തു തന്നെ വന്നാലും ആണവ പരീക്ഷണം നടത്തുമെന്നും അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനും
പരിണിത ഫലങ്ങളെ നേരിടാനും തയ്യാറാണെന്നായിരുന്നു അന്ന് ഭരണാധികാരികൾ സ്വീകരിച്ചിരുന്ന നിലപാട്. എന്നാൽ പ്രതിപക്ഷമായിരുന്ന കോൺഗ്രസ് ആണവ പരീക്ഷണത്തെ വിമർശിക്കുകയും BJP രാഷ്ട്രീയ നേട്ടത്തിനായി ഇതിനെ ഉപയോഗിക്കുന്നുവെന്ന് ആരോപിക്കുകയും ചെയ്തു. പാശ്ചാത്യ രാജ്യങ്ങൾ വിഷയത്തിൽ ഇന്ത്യക്കെതിരെ തിരിഞ്ഞു. കൂടുതൽ ഉപരോധങ്ങൾ അമേരിക്ക ഏർപ്പെടുത്തി. ഇന്ത്യക്കുള്ള മാനുഷിക സഹായം ഒഴികെയുള്ള എല്ലാ സാമ്പത്തിക സഹായങ്ങളും അമേരിക്ക റദ്ദാക്കി. ഇന്ത്യയിലേക്കുള്ള സാങ്കേതികവിദ്യ കയറ്റുമതി ഉൾപ്പെടെയുള്ളവ വിലക്കി. ആണവ നിരായുധീകരണ കരാറിൽ ഇന്ത്യ ഒപ്പുവെച്ചേ മതിയാകൂ എന്ന് അമേരിക്ക നിലപാടെടുത്തു. ഒന്നല്ല 2 തവണയാണ് അമേരിക്കയെ കബളിപ്പിച്ച് ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയത്. ഇത് അവർക്ക് വലിയ ക്ഷീണമായി മാറി. അമേരിക്കൻ രഹസ്യാന്വേഷണ സംവിധാനത്തിന്റെ പരാജയമായി ഇതിനെ വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്തു. മുമ്പത്തെ പോലെ തന്നെ കാനഡ ഇന്ത്യയുടെ ആണവ പരീക്ഷണത്തെ അപലപിച്ച് അമേരിക്കയ്ക്കൊപ്പം കൂടി. ജപ്പാനാകട്ടെ ഇന്ത്യക്കെതിരെ സാമ്പത്തിക ഉപരോധം പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ ആണവായുധ വികസനത്തെ ഭയന്ന ചൈന ലോകരാജ്യങ്ങൾ ഇന്ത്യക്ക് മേൽ സമ്മർദ്ദം ചെലുത്തി ആണവ പദ്ധതികളിൽ നിന്ന് ഇന്ത്യയെ പിന്തിരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ചൈനയുടെ പക്കൽ ആണവായുധം ഇരിക്കുന്നിടത്തോളം കാലം പ്രതിരോധത്തിനും ദേശീയ സുരക്ഷയ്ക്കും തങ്ങളുടെ പക്കൽ ആണവായുധം ഉണ്ടായിരിക്കണമെന്ന ശക്തമായ മറുപടിയാണ് ഇന്ത്യ നൽകിയത്. അതേസമയം ഐക്യരാഷ്ട്രസഭയിലെ സ്ഥിരാംഗങ്ങളായിരുന്ന UK-യും ഫ്രാൻസും റഷ്യയും തുടങ്ങിയ രാജ്യങ്ങൾ ഈ സമയങ്ങളിൽ നിശബ്ദത പാലിച്ചത് ലോകത്തെ അത്ഭുതപ്പെടുത്തുകയും ചെയ്തു. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ വിജയം കൂടിയായി ഈ നിശബ്ദതയെ വ്യാഖ്യാനിക്കപ്പെട്ടു. ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയതിന് പിന്നാലെ 1998 മെയ് 28-ന് പാകിസ്ഥാനും ആണവ പരീക്ഷണം നടത്തി. ഇന്ത്യക്ക് പുറമെ പാകിസ്ഥാനെതിരെയും ഉപരോധങ്ങളുണ്ടായി. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം ആണവായുധ ഗവേഷണത്തിൽ ഇന്ത്യയുടെ അറിവ് വെളിപ്പെടുത്തുന്നതായിരുന്നുവെങ്കിൽ രണ്ടാമത്തെ ആണവ പരീക്ഷണങ്ങൾ ആണവായുധ വികസനത്തിനുള്ള ശേഷിയും പ്രഹരശേഷിയും എത്രത്തോളം ഉണ്ടെന്ന് ലോകത്തെ അറിയിക്കുന്നതായിരുന്നു. ശക്തി 1 എന്ന് പേരിട്ട തെർമോന്യൂക്ലിയർ ബോംബിന് അമേരിക്ക നാഗസാക്കിയിൽ ഉപയോഗിച്ചതിനേക്കാൾ പ്രഹരശേഷിയുള്ളവയാണ്. നാഗസാക്കിയിലെ ബോംബിന് 25 കിലോടൺ ശക്തിയായിരുന്നുവെങ്കിൽ പൊഖ്രാനിലെ ശക്തി 1 എന്ന് പേരിട്ട ബോംബിന് 45 കിലോടൺ ശക്തിയായിരുന്നു ഉണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ 4,50,00,000 കിലോ TNT സ്ഫോടനത്തിന് തുല്യമായ ശക്തി. ഇത് മാത്രമല്ല, പിന്നീട് ഒരിക്കൽ 1999 പൊഖ്രാനിലെ രണ്ടാമത്തെ ആണവ പരീക്ഷണത്തിന് ചുക്കാൻ പിടിച്ച ചിദംബരം PTIക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ ന്യൂട്രോൺ ബോംബ് നിർമ്മിക്കാൻ ആവശ്യമായ സാങ്കേതിക വിദ്യ ഇന്ത്യക്കുണ്ട് എന്ന് വ്യക്തമാക്കിയിരുന്നു. സാധാരണ ആണവ ബോംബുകൾ സകലതും നശിപ്പിക്കുമെങ്കിൽ ന്യൂട്രോൺ ബോംബുകൾ സചേതനമായ, അതായത് ജീവനുള്ള എല്ലാത്തിനെയും കൊന്നൊടുക്കും. അചേതനമായ കെട്ടിടങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ നാശനഷ്ടങ്ങൾ കുറയ്ക്കുകയും ചെയ്യും. വ്യാപകമായ കൂട്ടക്കൊലകൾക്ക് കാരണമാകുന്ന ന്യൂട്രോൺ ബോംബ് സ്വന്തമായുണ്ടായിരുന്നത് അമേരിക്കയ്ക്ക് മാത്രമായിരുന്നു. എന്നാൽ അവർ എവിടെയും അത് വിന്യസിച്ചിട്ടില്ല. എന്നാൽ ഫ്രാൻസ്, ചൈന എന്നീ രാജ്യങ്ങൾ ന്യൂട്രോൺ ബോംബ് പരീക്ഷിച്ച രാജ്യങ്ങളാണ്. പാകിസ്ഥാനും തങ്ങളുടെ പക്കൽ ന്യൂട്രോൺ ബോംബ് ഉണ്ടാക്കാനുള്ള സംവിധാനമുണ്ടെന്ന് പ്രഖ്യാപിച്ച രാജ്യമാണ്. എന്നാൽ അമേരിക്ക ഒഴികെ ഒരു രാജ്യവും ന്യൂട്രോൺ ബോംബ് ഉണ്ടാക്കി സൂക്ഷിച്ചിട്ടില്ല. ആണവ പരീക്ഷണത്തെ തുടർന്ന് വാജ്പേയി സർക്കാരിന് രാജ്യത്താകെ സ്വീകാര്യത കിട്ടിയെങ്കിലും ആ സർക്കാരിന് അൽപായുസാകാനായിരുന്നു വിധി. എന്നാൽ 1999 തിരഞ്ഞെടുപ്പിന് ശേഷം സ്ഥിരതയുള്ള ഒരു കൂട്ടുകക്ഷി സർക്കാരിന് 5 വർഷം വിജയകരമായി വാജ്പേയി മുന്നോട്ട് കൊണ്ടുപോയി. ഈ സമയത്താണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കാർഗിലിൽ സംഘർഷമുണ്ടായത്. അത് മറ്റൊരു കഥയാണ്. അതേപ്പറ്റി അടുത്ത തവണ.